സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല, രാഷ്ട്രീയ ലാഭം വെച്ച് രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കുകയാണ് UDF എന്നുള്ളതാണ് പറയുന്നത്. സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ മനുഷ്യർ മരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വളരെ സത്യമാണ്. സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ നിരന്തരമായി ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങൾ ഒരു വർഷത്തിൽ നിന്ന് മനുഷ്യരെ കൊല്ലുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങൾ നടത്തുന്ന ശ്രമം അപകടത്തിലേക്ക് നയിക്കുക. ഇത് ഒരാഴ്ച മുമ്പാണ് മറ്റൊരു സ്ഥലത്ത് ഇത് സമാനമായ സംഭവം ഉണ്ടായത്. KSEB ഉൾപ്പെടെ നിരന്തരമായി ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാത്തതിന്റെ പേരിലാണ് ജനം തന്നെ ഇറങ്ങി അവരുടെ ജീവൻ രക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ഇവിടെ വന്യമൃഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണ പരാജയമായ ഒരു സർക്കാരാണ്. അപ്പൊ ജനങ്ങൾ അവരുടേതായ വഴി നോക്കുകയാണ്. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു മടങ്ങി. അപ്പൊ കരുളായിലെ മണി മരിച്ചപ്പോ പ്രതിഷേധം ഉണ്ടായില്ലേ? മൂത്തടുത്ത് സരോജിനി കൊല്ലപ്പെട്ടപ്പോ പ്രതിഷേധം ഉണ്ടായില്ലേ? സർക്കാരിന്റെ പിടിപ്പിക കൊണ്ട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ സ്വാഭാവികം സമരം ഉണരും. ആ സമരത്തെ ഇത്തരത്തിലുള്ള അപകീർത്തിപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് സർക്കാരിന്റെ പരാജയമാണെന്നുള്ള അംഗീകരിക്കുന്നത്. സർക്കാരിന്റെ പരാജയമാണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് പ്രതികരിക്കുക. അതുകൊണ്ട് സമരം തീർച്ചയായിട്ടും അവരുടെ മരണത്തിൽ അവർക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് വേറെ മറ്റൊന്ന്. ഒരാഴ്ച മുമ്പ് ഇത്തരത്തെ സംഭവമാണ്. എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ പറഞ്ഞത് 100ക്ക് 101% ശരിയാണ്. സർക്കാരിന് ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന മരണങ്ങളാണ്. ഇപ്പോൾ നേതാക്കന്മാരുടെ പ്രതികരണം. ഇനിയിപ്പോൾ ഈ സമരം എങ്ങനെ അവസാനിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പോലീസ് വാഹനം പ്രവർത്തകരുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിച്ചിടിക്കുകയാണ് പോലീസ് വാൻ. അതിനാൽ തന്നെ ഒരു നടപടിക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് സംശയമുണ്ട്. പോലീസുകാർ ഈ ഭാഗത്തേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. കുറെ അധികം സമയമായി ഇങ്ങനെ ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൊട്ടപ്പുറത്തെ കെട്ടിടങ്ങളിലൊക്കെ ഈ സമരത്തിന്റെ ഭാഗമല്ല എങ്കിലും ഇത് കാണാനായി വന്നു നിൽക്കുന്ന ആളുകളും മറ്റുമൊക്കെ ഉണ്ട്. അതായത് ആദ്യം ഉണ്ടായിരുന്നതിലും ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. സമരം നടത്തുന്നവരെക്കാൾ അത്രത്തോളം ആളുകൾ തന്നെ അപ്പുറം ഈ സമരം കാണാനൊക്കെ എത്തി യുവാക്കളും മറ്റുമൊക്കെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ തന്നെ പോലീസ് എത്തുകയാണ്, പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്, നേതാക്കന്മാരെ ഏൽപ്പിക്കാനുള്ള നടപടി ഉണ്ടാവുകയാണ്. ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒരു സംഘർഷാവസ്ഥ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ നേരിടും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ നടപടി ഉണ്ടാകുന്നത്. ജ്യോതികുമാർ ചാമക്കാല, രാജു പി നായർ അടക്കമുള്ള UDFന്റെ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം നേതാക്കളൊന്നും എടുത്തു മാറ്റാനൊരു ശ്രമം ഉണ്ടാകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ വന്ന ഒരു പോലീസ് വാഹനം പ്രവർത്തകരുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത്തരൊരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം. രാജു പി നായരൊക്കെ നിലത്ത് വലിച്ചിഴയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവരെയും അവിടെ നിന്നും കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു. പക്ഷേ ആ ശ്രമം വിജയം കാണുന്നില്ല. അവർ അവിടെ തന്നെ കിടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നേതാക്കൾക്ക് പിന്തുണ കൂടി ലഭിക്കുന്നു. അവരെ അവിടെ ഒന്നും എണീപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. പോലീസ് എണ്ണത്തിൽ കുറവാണ്. മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഇതിന്റെ ഈ സമരം നടക്കുന്ന മറ്റു പല ഭാഗത്തു നിന്നും പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസിന്റെ നടപടി, ശക്തമായ നടപടി ഉണ്ടാവുകയാണ്. പ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള നീക്കം തടയുകയാണ് മറ്റൊരു കൂട്ടം പ്രവർത്തകർ. പോലീസുമായി വീണ്ടും ഇതാ സംഘർഷം ഉണ്ടാവുകയാണ്. ഈ പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ തിരിച്ചിറക്കാനുള്ള ശ്രമം നടക്കുന്നു. ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസുകാർ എണ്ണത്തിൽ അത്രയധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയധികം പ്രവർത്തകരെ വേഗത്തിൽ ഇവിടുന്ന് മാറ്റാനുള്ള ഇത്തരം പ്രവർത്തകർ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ തടയുകയാണ് പ്രവർത്തകർ. ഇതിന് സമാന്തരമായി തന്നെ അപ്പുറേ മറ്റ് ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റാനൊരു ശ്രമം നടക്കുന്നു. ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.